ലിഗീസ് ഫാഷൻ ഹാവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഏറ്റവും അവസാനം ഇട്ട വീഡിയോ പാൻസിന്റെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ കേട്ടോ. എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട, അത്രയധികം എൻക്വയറീസ് ആയിരുന്നു. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയായിരുന്നു. കുറേ പേരൊക്കെ റിപ്ലൈ ഇല്ല എന്ന് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പീസ് ആകുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. കാരണം 1-2 പേര് അപ്പുറത്തും നമുക്ക് ഓർഡർ എടുത്ത് ആകെ ക്ലാഷായി പോകും. കാരണം ഒരൊറ്റ പീസേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ഓർഡർ എടുത്ത് പേയ്മെൻറ്റ് ഇട്ട് അതേ സാധനം വേറൊരാൾക്ക് കൊടുത്താൽ പ്രശ്നമാവും. അതുകൊണ്ട് നമുക്ക് അറ്റ് ടൈം ഒരാളെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഡിലേ വരും. പിന്നെ അതുപോലെ തന്നെ കോമ്പിനേഷൻ വീഡിയോ ആയിരുന്നത് കൊണ്ട് തന്നെ പലരും ഇതും ഇതിൻ്റെ കൂടെ ഇത് പിന്നെ 10-12 എണ്ണം എടുത്തത്, 13 എണ്ണമാണ് ഏറ്റവും കൂടുതൽ എടുത്ത ഒരു കസ്റ്റമർ കേട്ടോ. അപ്പോൾ അത്രയും എടുത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ഏതൊക്കെയാണോ ഉള്ളതെന്നൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ടാണ് കുറേ പേർക്ക് അങ്ങനെ ഒരു പരാതി വന്നു, നമ്മൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ല. ഞങ്ങൾ 11:30 അയച്ചതാണ്. പക്ഷെ 11 മണിക്ക് തന്നെ വന്ന മെസ്സേജുകൾ റിപ്ലൈ കൊടുത്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓർഡർ വീഡിയോ വന്ന അപ്പം തൊട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഉണ്ടത് പോലും 5 മിനിറ്റുകൾ ഇങ്ങനെ പിടിച്ച് ചടപടയെന്ന് കൊണ്ടിട്ടാണ് ഓർഡർ എടുത്ത് തീർത്തത്. 11:30 ഓർഡറൊക്കെ ചിലപ്പോൾ 2 മണി നേരത്തേക്കാണ് എനിക്ക് തുറക്കാൻ പറ്റിയത്. കാരണം അതിന് മുമ്പത്തെ ഓർഡറുകൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഡിലേ വന്നവരെല്ലാവരും ക്ഷമിക്കുക. കാരണം ഇതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നോർമൽ വീഡിയോസിനൊന്നും നമ്മൾ അങ്ങനെ ഡിലേ വരുത്താറില്ല റിപ്ലൈസിന്. പക്ഷെ ഇതങ്ങനെ ആയതുകൊണ്ട് മാത്രം വന്നതാണ്. ബുദ്ധിമുട്ട് ഉണ്ടായ എല്ലാവരോടും ഞാൻ ആദ്യമേ സോറി പറയുകയാണ്. ഇന്നും നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് ഇടുന്നത്. ഇന്ന് കാണിക്കുന്നത് ബ്ലൗസിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതും നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരു മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ ഹലോ ഹായ് ഇതെന്താ നോക്കാത്ത എങ്ങനെ മെസ്സേജസ് അയക്കരുത് വീണ്ടും. കാരണം നിങ്ങളുടെ മെസ്സേജ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുള്ളൂ. നമ്മൾ ഏറ്റവും അടിയിൽ നിന്നാണ് മെസ്സേജസിന് റിപ്ലൈസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആരും തന്നെ കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ ഞാൻ എടുക്കില്ല, കട്ട് ചെയ്യുള്ളൂ. കാരണം നമ്മൾ തുറന്ന് വെച്ച ചാറ്റിന് റിപ്ലൈ കൊടുക്കാണ്ട് ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റിപ്ലൈസിന് കോൾ വരുമ്പോൾ കട്ട് ചെയ്യുന്നത്. ആരും വിളിക്കരുത് ദൈവത്തെ ഓർത്തിട്ടാ. ഇതൊക്കെ പറഞ്ഞാലും വീണ്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ട ഐറ്റം ചോദിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. വീണ്ടും മെസ്സേജ് അയക്കണ്ട. അയക്കും തോറും ഡിലേ ആവുള്ളൂ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ. ഓക്കെ, അപ്പോൾ ഇത് തുടക്കത്തിലേ പറയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അയച്ച എല്ലാതും ഡിസ്പാച്ച് ആയി തീർന്നതാണ്. ഇന്ന് അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കണം. അപ്പോൾ എന്തായാലും ബ്ലൗസ് കാണിക്കല്ലേ, എന്നാൽ പിന്നെ ഒരു സാരിയും കൂടി എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ സാരിയിൽ വന്നത്. ഈ സാരി എനിക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അന്ന് കാണിച്ച കളർ കോമ്പിനേഷനിൽ വിട്ട് കുറച്ച് വേറൊരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഈ ബ്ലൗസും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ ബ്ലൗസ് XXL സൈസാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൈ ഇച്ചിരി ലൂസാണ്. ഇവിടം കൊണ്ട് ഇടാൻ പറ്റും കാരണം ഷേപ്പാണ്. പക്ഷെ അരേര അവിടെയും ഇച്ചിരി ഇവിടെ ഇല്ലേ നമ്മുടെ താഴ്ഭാഗത്തായിട്ടും ഇച്ചിരി ലൂസ് ഉണ്ട്. XXL ആയതുകൊണ്ട്. XL ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടിക്കോട്ടെ ബ്ലൗസിൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല ചൂടുള്ള സമയമാണ്, ഞാൻ വേർക്കാണ്. അപ്പം പിന്നെ ഈ സാരീസിൽ കുറച്ച് കളേഴ്സ് ഇപ്പം നിലവിൽ അവൈലബിൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ്. ഞാൻ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ചോദിക്കുക. മഞ്ഞൊന്നും കിട്ടിയിട്ടില്ല, മഞ്ഞ കിട്ടിയിട്ടില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ ഈ വീഡിയോ ഇടാണ്ട് തന്നെ ഇൻഡിവിജ്വലി ഇടയ്ക്കിടയ്ക്ക് ഓരോ എൻക്വയറീസ് വരുമ്പോൾ അത് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഗ്രീൻ ഉണ്ട്, ടീൽ ബ്ലൂ ഉണ്ട്, പർപ്പിൾ കളർ ഉണ്ട്, പിന്നെ പിസ്ത ഉണ്ട്. അങ്ങനെ എല്ലാ കളേഴ്സിലും കുറച്ച് പീസസേ ഉള്ളൂ റീസ്റ്റോക്ക് ചെയ്തത്. അതും കൂടി ഇതിന് കൂടി ചേർക്കണം. അപ്പോൾ നേരെ നമ്മൾ വീഡിയോസിലേക്ക് കിടക്കാണ്. വീഡിയോയിൽ ഇന്ന് എൻക്വയറി കാണിക്കുന്നത് സ്ട്രെച്ചബിൾ, അതായത് സ്ട്രെച്ചബിൾ. ഇപ്പം ഇതൊക്കെ സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. അത് വരുന്ന എല്ലാ ബ്ലൗസിനും 250 ആണ് പ്രൈസ് വരുന്നത്. അത് 4 എണ്ണം എടുക്കുമ്പോൾ നമുക്ക് 1000 രൂപയാവും. 1000 രൂപ ഇതും തന്നെയല്ല, പിന്നെ കുറേ കോട്ടൺ ബ്ലൗസുകൾ കാണിക്കുന്നുണ്ട്. 425, 475ൻ്റെ പ്രൊഡക്റ്റുകൾ അതെല്ലാം 350ക്കാണ് കൊടുക്കുന്നത്. അതെങ്ങനെ നിങ്ങൾ കോമ്പിനേഷനിലാക്കിയാലും 1000-ന് മേലെ കയറുകയാണെങ്കിൽ വീണ്ടും ടോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻ മാത്രം നോക്കാം. ഇതിൻ്റെ സൈസുകൾ ഫ്രീ സൈസിൻ്റെ സ്ട്രെച്ചബിളിൻ്റെ എല്ലാം XL അല്ലെങ്കിൽ XXL ആണ് ഉണ്ടാവുക. അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതാം. പിന്നെ ഏതാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക. 1000-ന് മേലെ പോയാൽ വീണ്ടും 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണിച്ച് പോവാം. സാരി ഉടുത്തിട്ട് കാണിക്കാൻ അത്ര ഉടുത്തപ്പോൾ കുഴപ്പമുണ്ടായില്ല, പക്ഷെ കാണിക്കാൻ നേരത്തെ അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വേഗം ഓരോന്നായിട്ട് കാണിക്കാം. പല പാറ്റേണിലും ഉള്ളതുണ്ട് കേട്ടോ. ആദ്യം വരുന്നത് ഇങ്ങനെ വരുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഓക്കെ,
ഇത് ബാക്ക് സൈഡാണ്, ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇത് XXL സൈസസിൽ വരുന്നതാണ്. ഈ പാറ്റേൺ ആണ്. കളേഴ്സ് മാത്രം നോക്കുക. ഇതൊരു കൈൻഡ് ഓഫ് ഗ്രീൻ ആണ്. ഈ ഗ്രീൻ അല്ല, ഇതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്രീനിൽ വിട്ട് ഇച്ചിരി കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇതിങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു വർക്ക് പോയിട്ടുള്ളത്. പുറകുവശം ഇങ്ങനെ വരും. ഇതെല്ലാം സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും 250 ആണ് പ്രൈസ് വരുന്നത്. ഇത് വരുന്നത് ഒരു നല്ല മജന്ത ഷെയ്ഡാണ്. ഏതൊക്കെ ഇപ്പം എല്ലാതും കോൺട്രാസ്റ്റ് കളേഴ്സും അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് മാച്ച് ഉള്ളതൊന്നും നോക്കിയിട്ടല്ല എല്ലാവരും സാരീസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് നോക്കിയെടുക്കുക. അതൊരു കൈൻഡ് ഓഫ് വയലറ്റ് ആണ്. ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ അത്. അതിനേക്കാൾ ഇച്ചിരി കൂടി ലൈറ്റായിട്ടുള്ള ഒരു ലാവണ്ടറിലേക്ക് കടന്ന പോലത്തെ ഒരു ഷെയ്ഡ്. അതിനേക്കാളും ഇച്ചിരി കൂടി ബേബി പിങ്കും ലാവണ്ടറും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരു കളറ്. ഓക്കെ, അങ്ങനെ വരിക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസുകൾക്കും ഡിസ്കൗണ്ട് സെയിലുള്ള ഒരു പ്രൊഡക്റ്റിനും റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ ഉറപ്പുള്ളവർ മാത്രം മേടിക്കുക. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം. നമുക്ക് ഇതിൻ്റെ പുറകെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കണ ആരുമല്ല. ആരൊക്കെ എന്നോട് 2-3 വാട്സപ്പ് യൂസ് ചെയ്തൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുകൂടെ, അതൊന്നും ഇതിന് പോസിബിൾ അല്ല. നിങ്ങൾക്കത് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പുറകെ നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു കണ്ടോ, ഈ ഒരു ഐറ്റമാണ്. നല്ല ഒരു റെഡിൽ ഗോൾഡൻ ലൈൻസ് പോയിട്ടുള്ള ടൈപ്പാണ്. വെൽവെറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ പുറമേ ഉള്ളത്. ഉള്ളിൽ വെൽവെറ്റ് അല്ല, നോർമൽ ക്ലോത്ത് ആണ് കേട്ടോ. ഇങ്ങനെ വരും. XXL ആണ് സൈസ് വരുന്നത്. ഇത് വരുന്നതും ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതെല്ലാം സ്ട്രെച്ചബിൾ ആവുന്നതാണ് കേട്ടോ. ഇപ്പോൾ M സൈസ് മുതലുള്ളവർക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. XL XXL ഒക്കെ പറയുന്നത് സ്ട്രെച്ചബിൾ വരുന്നതെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യാം. ഇതും ഒരു വെൽവെറ്റ് ആണ്. അതിനകത്ത് ഇത് ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നതാണ്. ഇത് ഇച്ചിരി കൂടി കട്ടിയുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതും സ്ട്രെച്ചബിൾ ആണ്. ഇതൊരു റെഡിൽ ഒരു ഗോൾഡൻ, ഭയങ്കര ഇതിൻ്റെ അത്ര ഡാർക്കല്ല, ഇച്ചിരി കൂടി തെളിഞ്ഞ ഒരു റെഡ് കളർ കേട്ടോ. അതിനകത്ത് ഗോൾഡൻ. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടെങ്കിൽ നല്ല മെറ്റീരിയലാണ്. ക്രഷായിട്ട് വരുന്ന പോലത്തെ മെറ്റീരിയലാണ്. എല്ലാതും പ്രിൻസസ് കട്ടിലാണ് വരുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ പക്കാണ് കണ്ടോ. സ്റ്റിച്ചിങ് ഒക്കെ ഓവർലോക്ക് ചെയ്ത് നല്ല സ്റ്റിച്ചിങ് ആണ്. നല്ല മെറ്റീരിയലും ആണ് വരുന്നത്. ഇത് ഒരു റെഡ് തന്നെയാണ്, പക്ഷെ ഇച്ചിരി ഡിമ്മായിട്ടുള്ളൊരു ടൈപ്പ് കളറാണ് കേട്ടോ. ഇങ്ങനെയാണ്. അതിനകത്തൊരു ഗോൾഡൻ്റെ ഒരു വർക്ക്. ഇത്തിരി ഉദിച്ച കളർ ഇടണം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് റെഡിൽ തന്നെ ഇച്ചിരി ബേസ് ഇച്ചിരി ഡിമ്മായിട്ടുള്ളൊരു റെഡ്, അതിനകത്ത് ഗോൾഡൻ വർക്ക്. ഇത് ഇച്ചിരി കൂടി ഗോൾഡൻ കളർ കൂടുതലാണ്, പക്ഷെ ബേസ് റെഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇതൊക്കെ വേണ്ട. ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ സിംഗിൾ കളർ സാരികളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ്. നല്ല രസമുള്ള തന്നെയാണ് കേട്ടോ എല്ലാതും. ഇതെല്ലാം സ്ട്രെച്ചബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം. 250 ആണ് റേറ്റ് വരുന്നത്. 4 എണ്ണം എടുക്കുമ്പോൾ 1000, അപ്പോൾ നിങ്ങൾക്ക് 900 പേ ചെയ്താൽ മതി. ഓക്കെ, 1000-ന് മേലേക്ക് കയറുമ്പോൾ മാത്രമാണ് നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത്. എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട്. ബാക്കി എല്ലാ പ്രൈസുകളും നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് സെല്ല് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല ബ്ലൗസാണ്. നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ നമുക്ക് ഷേപ്പ് ആക്കുന്ന ഒന്നും പ്രശ്നമില്ല. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ സ്ട്രെച്ചബിൾ മെറ്റീരിയലായിട്ടുള്ള ബ്ലൗസുകൾ. ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് വരുന്നത്. ഒരു ക്രഷ്ഡ് പോലത്തെ മെറ്റീരിയലാണ്. നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഒരു ചിക്കു ഷെയ്ഡിലാണ്. അതിലൊരു ഗോൾഡൻ്റെ തീം. ഇതൊരു ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ചോക്ലേറ്റ്, ആ ഒരു കൈൻഡ് ഓഫ് ചോക്ലേറ്റ് അല്ല, ബിസ്ക്കറ്റും അല്ല, എന്തോ ഒരു ടൈപ്പ് കളർ. ഇതൊന്നും എനിക്ക് എക്സാക്റ്റ് കളറൊന്നും പറയാറില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഏതെങ്കിലും സാരിക്ക് മാച്ച് ആവുമെന്ന് തോന്നിയാൽ എടുക്കുക.
ഇനി വരുന്നത് ഇതും നല്ല ഇച്ചിരി കട്ടി കൂടിയ മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയൽ, നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. നമുക്ക് XXL എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ്. അതിലും ഒരു ഗോൾഡൻ്റെ ഇതുള്ളതാണ്. എല്ലാം പുറകു വശം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് നല്ല രസമായിട്ട് ഞാൻ ബ്ലൗസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ വേറെ ഇത് കാണിക്കലൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇട്ടപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുന്നത്. ഇനി കാണിക്കുന്നത് ബുട്ട വർക്ക്. ഇത് നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഒരൈറ്റാണ്. കാരണം സിംഗിൾ എന്ന് വെച്ചാൽ പറയുക പ്ലെയിൻ പോലത്തെ ഒരു ഐറ്റാണ്. എന്നാൽ ഇച്ചിരി ഇല്ലാത്തൊരു ബുട്ട പോലത്തെ ഒരു ഇത് പോകുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി രസമാണ് കാണാനായിട്ട്. ഞാൻ ആദ്യം സാരി ഉടുക്കാൻ എടുത്തപ്പോൾ ഇതും ബ്ലൂവും കൂടി കോമ്പിനേഷനിൽ ഉടുക്കാനാണ് വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് എനിക്ക് പച്ച സാരിയാണ് ആദ്യം കയ്യിൽ കിട്ടിയത്. എന്നാൽ പിന്നെ പച്ചയ്ക്ക് മാച്ചാവുന്ന രീതിയിൽ റെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഏത് കളറാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ച, നീല, മഞ്ഞ എന്നൊക്കെയാണ് എനിക്ക് വരുന്ന കളേഴ്സ്. അതുകൊണ്ട് തന്നെ സാരി പച്ച കണ്ടപ്പോൾ എനിക്കെന്നാൽ പച്ച എടുക്കാൻ തോന്നി. പണ്ട് നമുക്കൊരു കാലത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു. നമ്മൾ നീലയും ബോർഡറും മജന്തയും വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിൽ പോയൊരു കളേഴ്സാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉടുക്കണമെന്ന് തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഇതിലേക്ക് മാറ്റി. ഇങ്ങനെ ബുട്ട നല്ല മെറ്റീരിയലാണ്. ഇത് എടുത്തിട്ടുള്ളവർക്കറിയാം ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇത് നല്ല ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു മജന്തയാണ്. അടുത്തത് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. കളേഴ്സ് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സാരിയും കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ചെറിയ കളർ ഉദ്ദേശിച്ച കളറല്ലാന്ന് ആരോ പറഞ്ഞു. പക്ഷെ നമുക്ക് കളേഴ്സിൻ്റെ പേരിലൊന്നും അങ്ങനെ പുതിയ ഐറ്റത്തിന് റിട്ടേൺ ഇല്ല എന്നൊക്കെ അറിയാലോ. നമ്മൾ എത്ര ശ്രമിച്ചാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ കാണിക്കുന്ന കളറും എൻ്റെ ഫോണിൽ കാണുന്ന കളറും നിങ്ങളുടെ സ്ക്രീനും ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ടായിരിക്കും. അതൊന്നും എല്ലാവരും മനസ്സിൽ വിചാരിച്ചേക്കാം കേട്ടോ. അപ്പം ഇതൊരു മജന്ത അല്ലെങ്കിൽ ഒരു റാണി പിങ്ക് ആ ഒരു ഇതിലേക്ക് വരുന്ന കളറാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ഇനി കാണിക്കുന്ന എല്ലാം ബുട്ട ബ്ലൗസുകളാണ് കേട്ടോ. ഇതൊരു ചിക്കു ഷെയ്ഡാണ്. ഇതിനൊന്നും സൈസ് എഴുതേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും സൈസ് കുറവുണ്ടെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്യാം. നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ബേബി പിങ്ക് ആണ്. ഇതൊരു കൈൻഡ് ഓഫ് പീച്ചാണ്. ഇതൊന്നും അധികം റേറ്റ് വരാത്ത കാരണം നിങ്ങൾക്ക് സ്ഥിരം സാരി കൊടുക്കുന്നവരാണെങ്കിൽ ബ്ലൗസുകൾ എടുത്ത് വെക്കാം. ഈ പച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് നല്ല തെളിഞ്ഞ പച്ചയാണിത്. ഇതാകുമ്പോൾ ഇച്ചിരി ഡാർക്കാണ്, നല്ല കരിഞ്ഞ പച്ച. അപ്പോഴും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പന്തൂരം കളർ പച്ച. ഓക്കെ, നല്ല ഡാർക്കായിട്ടുള്ള പച്ച. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. കളർ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എക്സാക്റ്റ് നിങ്ങളുടെ സാരിക്ക് മാച്ച് എന്നുള്ള രീതിക്ക് നിങ്ങൾ എടുക്കരുത്. ഒരു കാരണവശാലും നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതല്ല. കളേഴ്സിൻ്റെ ഓൾറെഡി നമ്മൾ പുതിയതായിട്ട് കാണിക്കുമ്പോഴും കളേഴ്സിൻ്റെ കേസിൽ നമ്മൾ റിട്ടേൺ ഇല്ല. പിന്നെ ഇന്നത്തെ ഡിസ്കൗണ്ടിൽ ഒരു പ്രൊഡക്റ്റിനും നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല. ഇതൊന്നും ഡാമേജ് വന്നിട്ടുള്ളതല്ല കേട്ടോ. ഇങ്ങനെ കളേഴ്സ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പ്രമാണിച്ച് എല്ലാം കൂടി അങ്ങ് കാണിക്കാം. അപ്പോൾ എന്തായാലും ഒരു ഓഫർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത്. ബ്ലാക്ക്, നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്ക് കളറൊക്കെ നമുക്ക് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ. എൻ്റെ ഫോണിൽ കാണുമ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ എന്നാലും ചില ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളുടെ ഫോണിലേക്ക് മാറുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി കാണിക്കുന്നത് നല്ല മെറ്റീരിയലാണ്. ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. കോളർ വരുന്ന ടൈപ്പാണ്. ഇത് നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിയാണ് ഇങ്ങനെ കോളർ വന്നിട്ടുള്ള ഇങ്ങനത്തെ ബ്ലൗസ് യൂസ് ചെയ്തിട്ട് സാരി ഉടുക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ റെഡാണ് ഇതിൻ്റെ കൂടെ ഇടാൻ നല്ലതെന്ന്. പക്ഷെ ഇത്
കാണിക്കാനായിട്ട് എനിക്ക് ഒരു പീസ് എടുക്കാനുള്ളതില്ലായിരുന്നു. ആകെ ഒരൊറ്റ പീസേ ഉള്ളൂ ഇത്. അപ്പോൾ പിന്നെ എനിക്കിതിങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അത് കാരണം പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. ഓക്കെ, ഉള്ളിൽ ഇതാ ഇങ്ങനെ വരിക. നല്ല രസമാണ് കേട്ടോ. ഇതും പ്രിൻസസ് കട്ടില വരുന്നത് കോളറിൽ നിങ്ങൾക്ക് ടോപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ സാരികളുടെ കൂടെയോ വെയർ ചെയ്യാവുന്നതാണ്. നല്ല റേറ്റുമാണ്. നമുക്ക് ഈ ഇങ്ങനത്തെ ഓഫർ പ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ പുതിയ പാറ്റേൺസ് ഒക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം എപ്പോഴും ഒരേപോലെ ഇടണം എന്നില്ലല്ലോ. ഇതൊരു വൈൻ ഷെയ്ഡിലേക്ക് കയറി വരുന്നത് കേട്ടോ. പർപ്പിളിഷ് വൈൻ പോലത്തെ ഒരു കളറാണ്. ഇതൊരു കോഫി ഷെയ്ഡിലേക്ക് വരുന്നതാണ് കേട്ടോ. കോളർ ഇങ്ങനെ മടക്കിയിരിക്കുന്ന ടൈപ്പിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാണിച്ചതെല്ലാം 250 ആണ്. ഇതിൻ്റെയൊക്കെ ചിലതിൽ മാത്രം 2-3 എണ്ണയൊക്കെ ഉണ്ട്, ചിലതിലൊക്കെ സിംഗിൾ പീസസ് ആണ്. അതുകൊണ്ട് ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം വന്ന ഒരാൾ 5-6 എണ്ണം ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചോദിക്കുന്ന ആൾക്ക് അയ്യോ ഞാനിപ്പോൾ 11:05 ചോദിച്ചാൽ 11:10 ചോദിച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ചോദിച്ച ആൾ ചിലപ്പോൾ 5-6 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ പീസ് ഉള്ള ഒരു ബ്ലൗസ് ആയിരുന്നെങ്കിൽ അപ്പം തന്നെ തീർന്നു പോകില്ല. നിങ്ങൾ പരാതി വിചാരിക്കരുത്. ഓക്കെ, ബ്ലൗസുകൾ നമ്മൾ പുതിയ പുതിയ പാറ്റേൺസിൽ പിന്നെയും കൊണ്ടുവരും കേട്ടോ. ഇനി നമ്മൾ കാണിക്കുന്നത് കോട്ടൺ ബ്ലൗസുകളും പിന്നെ കുറച്ചും കൂടി സീക്വൻസ് വർക്ക് വരുന്നതും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ബ്ലൗസുകളാണ്. അതിൻ്റെ പ്രൈസും 350 ആണ്. പിന്നെ ഇച്ചിരി കൂടി ഫുൾ സ്ലീവിൽ മിററൊക്കെ വരുന്ന വലിയ ഐറ്റം ഉണ്ട്. അതിന് 650 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ 3 പ്രൈസിലാണ് ഇന്ന് പോകുന്ന എല്ലാം തന്നെ. അപ്പോൾ അടുത്തത് അത് കാണിക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ കോട്ടൺ കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് ബ്ലൗസ് പീസ് കാണിക്കാം. നല്ല രസമുള്ള ഈ ഒരു പാറ്റേണിൽ നിന്നാണ് ഞാൻ കൊച്ചിൻ്റെ 28 ബ്ലൗസ് തയ്പ്പിച്ചേട്ടാ. ഒരു പീക്കോ ഗ്രീൻ കളർ, അത് ഇതിലുണ്ടാവില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര റിച്ച് ആയിട്ടാണ് ഇതിൻ്റെ സ്ലീവ് പോകുന്നത്. നമ്മുടെ കൈയിൻ്റെ ഇവിടെ തൊട്ട് എൽബോ വരെ ഈ വർക്ക് കിട്ടും. അപ്പോൾ നല്ല ഹെവി ആൻഡ് നമ്മൾ ഡിസൈനർ ബ്ലൗസ് ഒക്കെ എടുക്കുന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്ലൗസ് പീസസ് ഞാനിവിടെ കാണിക്കാം. ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ജോർജറ്റ് പോലത്തെ മെറ്റീരിയലാണ്. നിങ്ങൾ ഇതിന് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഇതിന് ഇതുപോലത്തെ ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടുക്കൊരു സീക്വൻസ് വർക്കും. നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. നല്ലൊരു ഹെവി ബ്ലൗസ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ. ഒരു ചിക്കു അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇതെങ്ങനെ വരും കേട്ടോ. അടുത്ത കളർ വരുന്നത് ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു മജന്ത ഷെയ്ഡ് പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. മജന്ത എന്ന് പറഞ്ഞാൽ മജന്തി അല്ല, മറൂണും അല്ല, മജന്തി അല്ല പോലത്തെ ഒരു കളറാണ്. ഇതിൻ്റെ വർക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചില പാറ്റേണിൽ ചിലപ്പോൾ താഴത്തെ പ്രിൻറ്റിൻ്റെ വർക്ക് ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ വരുന്ന കളറ് ഓവറോൾ ഇങ്ങനെ തന്നെ പ്രിൻറ്റ് പോയിട്ടുണ്ട്. സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് അടുത്ത കളർ കേട്ടോ. ഇതാണ് ഒരു വാടാമുല്ല പോലത്തെ കളറാണ്. ഇത് ബ്ലൗസ് തയ്ച്ചാൽ നിങ്ങളുടെ സാരികൾക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ വെയർ ചെയ്തത് ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. പക്ഷെ നല്ല ഫോട്ടോസൊന്നും തിരക്ക് പിടിച്ചിട്ട് എടുത്തതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും കാര്യമായിട്ടില്ല. അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോ ഒക്കെയാണ്, സിംഗിൾ ഫോട്ടോസ് കുറവാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്താണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഒരു നേവി ബ്ലൂ ആണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഗ്രീനാണ് കേട്ടോ. ഇതിൽ കാണുന്ന ഗ്രീനല്ല, നല്ല പട്ട് സാരിക്കൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഒരു പച്ചയില്ലേ, ഇതൊരു പീക്കോക്ക് പോലെ ഇതിൽ തോന്നുന്നത്. അങ്ങനത്തെ ഒരു കളറല്ല, ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ കാണുന്ന കളറായിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ എക്സാക്റ്റ് സാരികൾക്ക് മാച്ചായിട്ട് മേടിക്കരുത്. അതുകൊണ്ടാണ്, കാരണം എനിക്ക് കാണാൻ പറ്റുന്ന കളറ് ഇതിലത്തെ കളറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല രസമുള്ളൊരു ഗ്രീൻ കളറാണ് ഇതിലത്തെ എല്ലാം. ഇനി നിങ്ങൾക്ക് എക്സാക്റ്റ് സെയിം കളർ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടുത്തത് വരുന്നത് ഇതൊരു നല്ല രസമുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് എന്നൊക്കെ പറയാം. എൻ്റെ അമ്മയുടെ കല്യാണ സാരി ഇതായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറയും എനിക്ക് കല്യാണ സാരി അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പച്ച മഞ്ഞയൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ അവരിങ്ങനത്തെ കളർ എടുത്തുകൊണ്ട് വന്നതെന്ന് പറയണേക്കാം. ഇങ്ങനത്തെ ഇതാണ് കേട്ടോ ഒരു കളറ്, ഒരു കൈൻഡ് ഓഫ് യെല്ലോയും ബ്രൗണും മിക്സ് ആയിട്ട് പോലത്തെ ഒരു കളറ് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ബ്ലൗസ് പീസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെയും പ്രൈസ് വന്നിട്ട് 250 ആണ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇനി കോട്ടൻ്റെ കളക്ഷൻസ് കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതിനെല്ലാത്തിനും ഇവിടെ സൈസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1-2 സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവൈലബിൾ സൈസ് ഇവിടെ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചേഴ്സ് പറഞ്ഞ ഒരു അറിവ് എനിക്ക്, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ബ്രാ സൈസ് ഏതാണോ അതിനേക്കാൾ ഒരു സൈസ് എക്സ്ട്രാ എടുത്തോളാനാണ് പറയുന്നത്. ചിലർ പറഞ്ഞത് നമുക്ക് നോർമൽ ഒരു 32 to 42 വരെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ബ്ലൗസുകൾ ഉപയോഗിക്കാം. ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയുണ്ട് കേട്ടോ. ഇതുമ്മ സൈസ് എഴുതിയേക്കുന്നത് 38 ഇപ്പോൾ 36 ബ്രാ സൈസ് ഉള്ളവർക്കും വേണമെങ്കിൽ 38 ബ്രാ സൈസ് ഉള്ളവർക്കും യൂസ് ചെയ്യാം. എപ്പോഴും ഒരു ബ്രാ സൈസിനേക്കാളും ഒരു സൈസ് മുന്നോട്ട് എടുക്കുകയാണ് നല്ലത്. ഇത് സൈസ് വരുന്നത് എൻ്റെ കയ്യിലുള്ളത് ഇവിടെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. സൈസ് 38. ഇതിൻ്റെ ഒരു പീസും കൂടി ഉണ്ട്. അപ്പോൾ സൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് എടുക്കുക. കോട്ടൺ ആണ്, വിത്ത് ലൈനിങ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ്. ഓക്കെ, അടുത്ത വരുന്നത് ബ്ലാക്ക്. അതിനകത്ത് ഇങ്ങനൊരു കൈൻഡ് ഓഫ് വർക്കാണ് പോയിട്ടുള്ളത്. ഇതെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആണ്. പുറകെ ഇങ്ങനെ വരും. എല്ലാത്തിനും ഇവിടെ കെട്ടാനായിട്ട് ഒരു ഇത് കുഞ്ചലും വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഡ്ജിലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. വേറൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ള ബ്ലൗസാണ് വരുന്നത്. ഈ കോട്ടൺ ബ്ലൗസുകളെല്ലാം കാണിക്കുന്നത് 350 ആണ് കേട്ടോ. നമുക്ക് നോർമൽ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് വരും 350 നോർമൽ. പിന്നെ അതിന് ലൈനിങ്, തുണി, പൈപ്പിംഗ് ചെയ്തിട്ടുള്ളത് എല്ലാതും കൂടി നമുക്ക് വെറും 350 മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു കൈൻഡ് ഓഫ് ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറാണ്. സൈസ് എഴുതിയിട്ടുണ്ട്, അത് നോക്കി മേടിക്കാം. എല്ലാത്തിൻ്റെയും പുറകെ ഇങ്ങനെയാണ്. ഇതെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ. നേരത്തെ കാണിച്ചതിനേക്കാളും അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. എല്ലാം പാഡഡ് ആണ് കേട്ടോ. കോട്ടൻ്റെ എല്ലാതും പാഡഡിൽ വരുന്നതാണ്. പാഡ് വേണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് അവരുടെ ഒന്ന് ഊരി എടുത്ത് മാറ്റാൻ എങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് അജ്രക്കിൻ്റെ ഒക്കെ പോലത്തെ പ്രിൻ്റാണ്. ഇങ്ങനത്തെ പാറ്റേൺ അജ്രക്കിൻ്റെ ഒക്കെ പോലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കാണുന്നതിനേക്കാളും അത്ര ഇടുപ്പുള്ള കളറുകളായിരിക്കില്ല കേട്ടോ. ഇതൊരു യെല്ലോയുടെ ബേസിൽ വരുന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇതിൻ്റെയും സ്ലീവിൻ്റെ എൻഡിൽ വേറെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ഐറ്റമാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിക്കണത് എന്താണെന്ന് വെച്ചാൽ സൈസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി നേരം ഒന്ന് കാണണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെയും സ്ലീവിൻ്റെ എൻഡിൽ വേറൊരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ കാണുന്നത് ഒരു ബ്ലൂ പോലെയാണ്. ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ വേർഷനിൽ വരുന്നതാണ് കേട്ടോ. ഇച്ചിരി കൂടി കൂടിയ ഐറ്റമാണ്. പക്ഷെ നമ്മൾ ഓവറോൾ ഒരു പ്രൈസ് ഇടുകയാണ് എല്ലാത്തിനും കൂടി. അല്ലെങ്കിൽ ഇങ്ങനെ പല പ്രൈസ് ആകുമ്പോൾ ഓർഡർ എടുക്കുമ്പോൾ എനിക്ക് മുഴുത്ത പ്രാന്ത് പിടിക്കും. അത് കാരണമാണ് ഒന്നാമത് നമ്മൾ അങ്ങനെ ഇടുന്നത്. ഇതിൻ്റെ ഇങ്ങനെ ഇച്ചിരി കൂടി ഒരു മെറ്റീരിയൽ വൈസും എല്ലാതും ഇച്ചിരി പ്രത്യേകതയുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് ഇതിൻ്റെ ബേസ് കണ്ടോ, ഒരു വാടാമുല്ല ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്നതാണ്. ഇതിൻ്റെ സൈസ് 44 ആണ് കേട്ടോ. ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് 44 ആണ് സൈസ് വരുന്നത്. ഈ സിംഗിൾ കളറാണെങ്കിലും ഡബിൾ ഷെയ്ഡാണ് വരുന്നത്.
ഇതിൻ്റെ ഇവിടെ നല്ലോണം സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഇച്ചിരി കൂടി വലിയ ടൈപ്പിലേക്ക് ഇടണം എന്നുള്ളവർക്ക് ഇത്രയും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്പേസ് രണ്ട് സൈഡിലേക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട് കണ്ടോ. വലിയ ആൾക്കാർക്ക് ഇടണമെങ്കിൽ ഇടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. ഇതൊരു സിൽവർ കളറാണ്, നല്ല നല്ല കളറാണ് കേട്ടോ. സിൽവർ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ സെറ്റ് സാരികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഒരു ഗ്ലേസിങ് ഉള്ള ടൈപ്പാണ് കേട്ടോ, ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പോലെ. ഓക്കെ, ഇനി കുറച്ചും കൂടി സീക്വൻസ് വർക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഐറ്റമാണ്. ഇതെല്ലാം ഞാൻ ആ റേഞ്ചിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി കൂടിയ ഐറ്റമാണ്, പക്ഷേ ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഇതൊക്കെ സിംഗിൾ പീസാണ് കേട്ടോ. ഇതൊക്കെ ആദ്യം വന്ന് ഓർഡർ എടുക്കുന്ന ആൾക്കാർ എടുത്താൽ പിന്നെ തീർന്നു പോകും, വിഷമം വിചാരിക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട് വേഗം തന്നെ ഓർഡർ എടുക്കാൻ. നല്ല ബ്ലൗസാണ്, നല്ല പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതെങ്ങനെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ ഒരു 3 കുഞ്ചലം പോലെ കൊടുത്തിട്ടുണ്ട്. ഫുൾ സീക്വൻസ് വർക്കാണ്. പുറകുവശം എന്താ ഇങ്ങനെ വരും. ഇത് ഒരു സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 38 ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 36, 38 എടുക്കാം. സൈഡ് ഒരു ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് കണക്കാക്കിയിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസാണ്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിങ്ങനെ കാണുമ്പോഴേ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം ഇനി സാരി എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ബ്ലൗസുകളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പണ്ട് നമ്മൾക്ക് അത് നമ്മുടെ കാറ്റഗറി അല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ഇതൊരു പീക്കോ ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. വിചിത്ര സിൽക്കിൽ വരുന്നതാണ്. പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വരും. ഓക്കെ, സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 350 ആണ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇത് രണ്ടും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു ഇതൊരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് ഗ്രീൻ, രാമ ഗ്രീൻ എന്നൊക്കെ പറയില്ല, ആ ഒരു കൈൻഡ് ഓഫ് കളറാണ് തോന്നുന്നു ഇത്. അടുത്തത് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്, ടീൽ ബ്ലൂ, ആ ഷെയ്ഡാണ് കേട്ടോ. ടീൽ ബ്ലൂവിൻ്റെ സാരി നമ്മുടെ കയ്യിൽ ഒരു പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സാരിയും ഈ ബ്ലൗസും വേണമെങ്കിൽ വേറെ ചെയ്യാം, പക്ഷെ എനിക്കതൊന്നും കോമ്പിനേഷനായിട്ട് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ, അതുകൊണ്ടാണ്. ഇതിൻ്റെയും ഒരു പിസ്ത ഗ്രീൻ പോലത്തെയാണ്. അതിൻ്റെയും ഒരു സാരി ഒരു പീസ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതിന് പൈപ്പിംഗ് ഒരു വൈറ്റ് ഷെയ്ഡിലേക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ 1-2 പീസ് മാത്രം ഉള്ളൂ കേട്ടോ. 1-2 പീസ് മാത്രം. ഒരു സൈസിൽ ഒരു പീസേ കാണുള്ളൂ. അടുത്തത് വരുന്നത് നല്ല ഉണ്ടോ സീക്വൻസ് വർക്ക് വരുന്ന ഇച്ചിരി കൂടിയ ഇനം ഐറ്റമാണ്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി ഷോർട്ടായിട്ടൊരു സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാമെന്ന് ഇതിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ആംപിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് സൈസൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ അളന്നിട്ടാണ് സൈസ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ആംപിറ്റും ഇങ്ങനെ മെഷർമെൻറ്റ് ഞാൻ എടുത്തു. അങ്ങനെയാണോ ഇതിന് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എടുത്തു, അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടിയും ഇവിടെ സ്പേസ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ഞാൻ എങ്ങനെ എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ആംപിറ്റും എടുത്തിട്ടാണ് സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ചെങ്കല്ല് കളർ എന്നൊക്കെ പറയില്ലേ, ബ്രിക്ക് റെഡിൻ്റെ ഒരു വേർഷനിലേക്ക് വരുന്നതാണ്. ഇതും അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. പാറ്റേൺ അല്ല, വേറൊരു കളർ. ഇതൊക്കെ ഒരു ഫ്രീ സൈസിലാണ് വരുന്നത്. ഇതും ഇച്ചിരി കൂടി കൂടിയ ഇനമാണ്.
475 ആണ് ഇത് MRP പ്രൈസ് വരുന്നത്. സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന നല്ലൊരു കൈൻഡ് ഓഫ് റയോൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത്. സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പാണ്. ഇവിടെയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളത് ഒരു 3/4 അല്ലെങ്കിൽ ഒരു എൽബോ സ്ലീവിലേക്ക് വരുന്ന ഇത്രയും ലെങ്ത്തിലുള്ള സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടു എല്ലാവരും. ഇതൊക്കെ ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരു മഞ്ഞയാണ് കളറ്. ഇത് ആംപിറ്റ് അളക്കുമ്പോൾ നമുക്കൊരു 40 കിട്ടും. 40. അതിന് പുറമെ നല്ല വിഡ്ത്തും സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് 42 വരെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് എനിക്കൊരു തോന്നൽ വരുന്നത് കേട്ടോ. നല്ല കളറാണ്. സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അല്ല എൽബോ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് തീർന്നു. അടുത്തത് കോഫിയാണ് കളർ. അതിൻ്റെ സെയിം കോഫി ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇച്ചിരി കൂടി ഹെവിയാണ്. ഇതിനകത്ത് കണ്ടോ മിറേഴ്സൊക്കെ കൊടുത്തിട്ട്, ഈ മിറേഴ്സ് എല്ലാം തന്നെ ഒറിജിനൽ മിറേഴ്സാണ്. ഇച്ചിരി വലിയ മിറേഴ്സാണ്. നല്ല സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനിലും ഇതേമാതിരി മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പുറകു വശം മിറേഴ്സ് കൊടുത്തിട്ടാണ് വെച്ചത്. നല്ല ഇച്ചിരി ഹെവിയാണ്, കാരണം മിററിന് അത്യാവശ്യം കട്ടിയുണ്ടല്ലോ, അങ്ങനെ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സ്ലീവിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതുമാതിരി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ബ്ലൗസാണ്. നമുക്ക് ഇൻഡിവിജ്വലി ഇങ്ങനെ തയ്ക്കാൻ നമുക്ക് നല്ല റേറ്റ് വരും. ഇതെല്ലാം 350ക്കാണ് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നേക്കണം. അപ്പോൾ മേടിക്കാൻ പറ്റുന്നുള്ളവരൊക്കെ ഓടി വന്ന് മേടിച്ചോ കേട്ടോ. അതിൻ്റെ ഗോൾഡൻ അല്ല, ഒരു ചിക്കു ഷെയ്ഡാണ്. ചിക്കു എന്ന് പറയുമ്പോൾ ഇച്ചിരി തെളിഞ്ഞ ചിക്കു ആണ് കേട്ടോ. ഓക്കെ, രണ്ട് സെയിം ആണ്. രണ്ട് സ്ലീവ് ഫുള്ളായിട്ട് ആ മിറേഴ്സ് പോയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് സൈസ് വരുന്നത് ഓർമ്മയില്ല, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു ഐറ്റം. അടുത്തത് വരുന്നത് മാത്രമാണ് നമ്മൾ ഇച്ചിരി റേറ്റ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ MRP 835 ആണ് കേട്ടോ. 835 പ്രൈസ് വരുന്നത്. ഇതിനകത്ത് XL എന്നാണ് സൈസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അളക്കുമ്പോൾ 40-42 റേഞ്ചിലേക്ക് കിട്ടും. ഇതാ ഇങ്ങനെ വരും. ഫുൾ സ്ലീവാണ്. നല്ലൊരു വീനെക്ക് പോലത്തെ ഒരു ഐറ്റമാണ് വരുന്നത് കേട്ടോ. സ്ലീവ് ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. ഈ മിറേഴ്സ് എല്ലാം ഡമ്മി മിറേഴ്സ് ആണ് കേട്ടോ, ഒറിജിനൽ മിറേഴ്സ് അല്ല. നല്ല കളറാണ് കേട്ടോ. എനിക്കിത് ഇട്ട് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ XL എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. ഓവറോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 650 ആണ്. ഇതും പിന്നെ നമുക്ക് ഒരു കളറും കൂടി ഉണ്ട്, ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ്. ഈ രണ്ട് കളേഴ്സും മാത്രമാണ് നമുക്ക് നിലവിൽ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇടുക. അതൊരു നല്ല രസമുള്ളൊരു തെളിഞ്ഞ മജന്ത ഷെയ്ഡ് പോലത്തെയാണ്. ഇതൊരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. ഫുൾ സ്ലീവാണ് രണ്ടും വരുന്നത്. 650 ആണ്. MRP 835 ആയിരുന്നു. നമ്മൾ 650ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ എല്ലാതും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ബ്ലൗസിൻ്റെ കളക്ഷൻ. നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങളായിരിക്കും. ഇത് 650 ആണ്. ഇപ്പം നേരത്തെ കാണിച്ചത് 350ൻ്റെ ബ്ലൗസാണ്. അപ്പോൾ അത് രണ്ടും കൂടി എടുക്കുമ്പോൾ 1000 രൂപയോ, അപ്പോൾ നിങ്ങൾ 900 രൂപ പേ ചെയ്താൽ മതിയാവും. ഇനിയല്ല 250ൻ്റെ 4 എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെ 650 മറ്റേ 250 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 1000 രൂപയ്ക്ക് മേലെ പോകുമ്പോൾ നമ്മൾ വീണ്ടും 100 രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ എന്ന് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ അടുത്ത് സാരി സെയിൽ ചെയ്തിട്ട് കുറേ പേര് സാരിയുടെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗിവ് അവേ ഈ മാസം മൊത്തം ഓടുന്നുണ്ട്. അതും കൂടി നിങ്ങളെല്ലാവരും ഓർത്തേക്കാം. നിങ്ങൾക്ക് നിങ്ങൾ വെയർ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റ് വെയർ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരുന്നതാണ് ഒരു ഗിവ് അവേ. പിന്നെ നമ്മുടെ
ഗൂഗിളിൽ പോയിട്ട് റിവ്യൂ ചെയ്തത്. ഇതെല്ലാം ഈ മാസം ഫുള്ള് ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും കേട്ടോ. രണ്ട് ഗിവ് അവേയുടെ ഇതിൽ നിന്നും നമ്മൾ ഓരോരുത്തരെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിനൊന്നും റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കില്ല. വീണ്ടും വീണ്ടും നമ്മളത് പറയുകയാണ്, റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.